ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഫോൺ അതെങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലരും അവരുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ അവർ പോലീസിലും മറ്റും പരാതി കൊടുക്കുകയും ഒരുപാട് കാലം അതിൻ്റെ പിറകിൽ നടക്കുകയും ചെയ്യും, അല്ലേ? എന്നാൽ അതൊന്നും കൂടാതെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഫോൺ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായി ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും നമ്മുടെ കയ്യിൽ വേണ്ടതുണ്ട്. ഇനി നമുക്ക് മറ്റാരുടെയും മൊബൈലിൽ നിന്ന് നമ്മുടെ ഫോണിൻ്റെ ഇമെയിൽ ID വെച്ച് നമ്മുടെ ഫോൺ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇനി ഐഫോണിൻ്റെ ആണെങ്കിൽ ഫൈൻഡ് മൈ ഐഫോൺ എന്ന് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ വഴിയാണ് നോക്കുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഇവിടെ ചോദിക്കുന്നത് കണ്ടിന്യൂ സൈൻ എന്നതാണ്. അതായത് എൻ്റെ നിലവിലുള്ള ID വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ നഷ്ടപ്പെട്ട ഡിവൈസിൻ്റെ ID ആണ്. അതിനുവേണ്ടി താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഓപ്പൺ ചെയ്യുക. ഇവിടെ നഷ്ടപ്പെട്ട ഡിവൈസിൻ്റെ ഇമെയിൽ ID കൊടുക്കാം. ഇത് നോക്കിയേ, അടിപൊളിയല്ലേ? എൻ്റെ മൊബൈലിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ബഹ്റൈനിലാണ് ഉള്ളത്. അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ലൊക്കേഷനിൽ പോയി നമ്മുടെ ഫോൺ എടുക്കാവുന്നതാണ്. ഇനി അടുത്തത്, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടില്ല, എവിടെയെങ്കിലും വെച്ച് മറന്നുപോയതാണെങ്കിൽ അതെവിടെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി ഈ കാണുന്ന പ്ലേ സൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റിംഗ് സൗണ്ട് കേൾക്കാം. ഓക്കെ, അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഫോൺ വെച്ചെന്ന്, നമ്മൾ വീട്ടിൻ്റെയോ റൂമിൻ്റെ എവിടെയല്ലെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി അങ്ങനെയൊന്നുമല്ല, മറ്റാരുടെ കയ്യിലുമാണെങ്കിൽ ഫോൺ, നമുക്കിവിടെ കാണുന്ന സെക്യൂർ ഡിവൈസ് എന്നുള്ളതിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ് ലോഗിൻ ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുന്നില്ല. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ആരുടെ കയ്യിലാണോ നമ്മുടെ ഫോൺ ഉള്ളത് അവർക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ വെച്ച് നമ്മെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല, മറ്റാരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിൽ നമുക്കിവിടെ താഴെ കാണാം ഇറേസ് ഡിവൈസ് എന്നുള്ളത്. ആ ഇറേസ് ഡിവൈസ് എന്നുള്ളത് ലോഗിൻ ചെയ്യുക. നമ്മുടെ മൊബൈൽ എന്തെല്ലാം ഉള്ളതാണ്, എന്തെല്ലാം ഫയൽസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഏതെല്ലാം ഫോട്ടോസോ വീഡിയോസോ വെരി ഇമ്പോർട്ടൻ്റ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ച് ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും അവർക്ക് ലഭിക്കുന്നതല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഇൻ്റർനെറ്റും ലൊക്കേഷനും ഓൺലൈനായിരിക്കണം. ഇനി അങ്ങനെയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സിമ്മിൻ്റെ ഓഫീസിൽ പോയി നമ്മുടെ സിമ്മ് ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ നമ്മുടെ സിമ്മ് വെച്ച് അവർക്ക് വല്ലതും മിസ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും നേരിടേണ്ടി വരില്ല. കാരണം നമ്മൾ ഓൾറെഡി കംപ്ലയിൻറ്റ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ അപ്പോൾ തന്നെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.